വി.എസ്. അച്യുതാനന്ദനോടുകൂടി മൺമറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പരമ്പര അവസാനിക്കുകയാണ്. മാർച്ച് മാസത്തിൽ സാധാരണ എ.കെ.ജിയുടെയും ഇ.എം.എസിൻ്റെയും ഒക്കെ ജന്മദിനം വളരെ വിപുലമായി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ ആചരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ചടങ്ങുകളായി വല്ല CIT-ക്കാരോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ച് കൊടി ഉയർത്തിയാലായി, ഉയർത്തിയില്ലെങ്കിലായി. അത് ഇ.എം.എസിനെയും എ.കെ.ജിയും ഒക്കെ വെറും പ്രതിമകളിൽ ഒതുക്കി അതങ്ങും തീർന്നു. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ പോകുന്ന മുറിഞ്ഞ പാലത്തിൻ്റെ അവിടെ ഒരു എ.കെ.ജി പാർക്കുണ്ട്. പിന്നെ സെക്രട്ടേറിയറ്റിന് നിയമസഭയുടെ അടുത്തൊരു EMS പാർക്കുണ്ട്. അതിലൊക്കെ തീർന്നു. അതിൽ അവർ പാർക്കുകളിൽ വിശ്രമിക്കുകയാണ്. വി.എസ്. അച്യുതാനന്ദൻ്റെ പേരിൽ കെ വി സുധാകരൻ എഴുതിയ ഒരു ലേഖനമുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ദേശാഭിമാനിയുടെ വാരിക ഇപ്രാവശ്യം വിതരണം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എത്ര മധുരമനോഹരമായ തീരുമാനമാണ്, എത്ര നല്ല ചിന്തയാണ് CPM പുലർത്തുന്നത്. ലേഖനത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ അത് ലേഖകൻ്റെ അഭിപ്രായമായിട്ട് എഴുതാം. അപ്പോൾ പിന്നെ മാഗസിൻ ആ പ്രശ്നമില്ല. ഇനി ലേഖകൻ്റെ അഭിപ്രായമല്ലെങ്കിൽ അത് തിരുത്തി എഴുതിക്കാം, എന്തുവേണോ ചെയ്യാം, അല്ലെങ്കിൽ എഴുതിക്കാതിരിക്കാം. പക്ഷേ മാസിക തന്നെ ഇറങ്ങാതിരുന്നാലോ? അപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ്റെ പേരുള്ളത് കൊണ്ടോ വി.എസ്. അച്യുതാനന്ദൻ്റെ കാര്യങ്ങൾ എഴുതുന്നത് കൊണ്ടോ മാസിക തന്നെ നിഷേധിക്കപ്പെടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുത്തപ്പോൾ സോവിയറ്റ് റഷ്യയിൽ പുതിയ തലമുറ ആദ്യം ചെയ്തത് ലെനിൻ്റെ പ്രതിമ അടിച്ച് പൊട്ടിച്ചെടുത്ത് ദൂരക്കളയുകയാണ്. പിന്നെ കാറൽ മാർക്സിൻ്റെയൊക്കെ പലവട്ടം എടുത്ത് ദൂരക്കളഞ്ഞിട്ടുണ്ട്. ഏംഗൽസിൻ്റെ, സ്റ്റാലിൻ്റെ ഇതൊക്കെ എടുത്ത് ദൂരക്കളഞ്ഞിട്ടുണ്ട് ആളുകൾ. പക്ഷേ പിന്നെ ഉണ്ട് മ്യൂസിയം ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ആളുകൾ പ്രതിമ തല്ലി പൊട്ടിച്ച കഥയുണ്ട്. ഇവിടെ ഒരു കാലഘട്ടത്തിൽ വി.എസ്. അച്യുതാനന്ദൻ വരെ ആയപ്പോൾ ആ പരമ്പര അവസാനിച്ചു. ഈ കലാനിലയത്തിൻ്റെ നാടകമൊക്കെ അവസാനിക്കുന്ന പോലെ ഇനി അങ്ങനത്തെ മെഗാ നാടകങ്ങൾ ഇല്ല. അത് മതി. ഇനി മോണോ ആക്റ്റും മിമിക്രിയും ഒക്കെ നടത്തിക്കൊണ്ട് നമുക്ക് പോകാം. വലിയ ഒരു സ്ഥലത്ത് ചെന്ന് വലിയ സ്റ്റേജെല്ലാം കെട്ടി മാസങ്ങളോളം അവിടെ താമസിച്ച് വളരെ വലിയ സർക്കസുകൾ ഇനി കാണിക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിടന്ന് കളിച്ചാൽ മതി, പാർട്ടി വലുതാകും എന്ന് ചിന്തിക്കുന്ന യുവ നേതാക്കളുടെ, വയസ്സായവരാണെങ്കിലും യുവാക്കളായി നിൽക്കുന്ന നേതാക്കളുടെ കാലമാണ്. അതുകൊണ്ട് വി.എസ്. എന്ന് പറയുന്നത് ആ രണ്ടക്ഷരം ഇനിയിപ്പോൾ അസുഖകരമാണ്, അശുഭമാണ്, അശ്ലീലമാണ്. എത്ര മനോഹരമായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. നമുക്കിപ്പോൾ വി.എസിൻ്റെ പേര് വച്ചാലും വച്ചില്ലെങ്കിലും, ലേഖനം എഴുതിയാലും എഴുതിയില്ലെങ്കിലും നമുക്കൊന്നുമില്ല. വി.എസ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ത്യാഗമൊക്കെ സഹിച്ചിട്ടുള്ള ഒരു നേതാവ് മാത്രമാണ്. അല്ല, നമുക്ക് നമ്മുടെ ബന്ധുവൊന്നുമല്ലല്ലോ. പക്ഷേ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സ്നേഹത്തോടെ വീരാരാധനയോട് കാണുന്ന നേതാക്കളിൽപ്പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. ഉമ്മൻചാണ്ടി, കോൺഗ്രസ്സിലെ വി.എസ്. അച്യുതാനന്ദൻ, ഇവരുടെയൊക്കെ മരണവും വളരെ ദുഃഖത്തോടു കൂടിയാണ് സമൂഹം കണ്ടതൊക്കെ. അങ്ങനെയുള്ള വി.എസ്. അച്യുതാനന്ദൻ്റെ പേര് വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ, ലേഖനം വന്നു എന്നുള്ള കാരണത്താൽ ആ പുസ്തകം തന്നെ കത്തിച്ച് കളയുന്ന, പണ്ട് മനുസ്മൃതി ഇതുപോലെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്, ഇ.എം.എസിൻ്റെ പുസ്തകം കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇ.എം.എസ് എഴുതിയ പുസ്തകം കോൺഗ്രസ്സുകാർ കത്തിച്ചു, മനുസ്മൃതി കമ്മ്യൂണിസ്റ്റുകാർ കത്തിച്ചു. അങ്ങനെ പുസ്തകമൊക്കെ കത്തിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ കത്തിക്കലല്ല, ഇറക്കിയില്ല ഈ സാധനം. അത് പ്രിൻ്റ് ചെയ്തതിനു ശേഷമാണ് ആരോ ആദ്യത്തെ കോപ്പി കണ്ടപ്പോൾ ഇത് ദേശാഭിമാനിയുടെ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഇപ്പം വി.എസ്. സൂഹിക്കേണ്ട, അപ്പം അങ്ങനെ പിണറായിയെക്കുറിച്ച് എഴുതിയാൽ പോരെ, പിണറായി സ്തുതി മതി ദേശാഭിമാനിയിൽ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നു. ദേശാഭിമാനിയിൽ നിന്ന് വി.എസ്. ഔട്ട്.